ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തേഴ്സ്ഡേയുടെ അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് എന്തോ എറർ അടിച്ച് എനിക്ക് ഗെയിം അൺഇൻസ്റ്റാളൊക്കെ ചെയ്യേണ്ടി വന്നു. ഞാനിപ്പോൾ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്തത് VPN യൂസ് ചെയ്തിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും VPNൽ തന്നെ കയറാം. മക്കളെ, ഒരുപാട് ന്യൂസ് ഉണ്ട്. അതായത് ഒരുപാട് ഫ്രീ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രീ കാർഡ് എന്ന് പറയാൻ പറ്റില്ല, കിട്ടണം, മനസ്സിലായില്ലേ? അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം. ഞാൻ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ നോക്കാം, വീഡിയോക്ക് ഭയങ്കര ഡ്യൂറേഷൻ ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ പാസ് ചെയ്യുന്ന പറഞ്ഞ സാധനമുണ്ട്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ടു ഗോൾ പോച്ചർ. നൈസ്. പക്ഷേ ക്വിക്ക് കൗണ്ടറാണ്. എനിക്ക് ക്വിക്ക് കൗണ്ടർ പഠിക്കണം. ഞാൻ എന്തായാലും തൂക്കും. സാബി അലോൻസോ മാനേജർ അതും പഠിക്കണം. അവിടെ ഈ പാക്ക് നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ കറക്കിയോ, വെറുത്ത ഞാൻ നിർത്തി. ഞാൻ റിട്ടയറായി. പാക്ക് ഓപ്പണിങ്ങിൽ എനിക്ക് അത്യാവശ്യം പ്ലെയേഴ്സ് ഉണ്ട്. എനിക്ക് പക്ഷേ 3 പേരും ഇല്ല. എംബാപ്പയുടെ നല്ല കാർഡില്ല. ദിസ് ഈസ് കോൾഡ് കൊണാമീസ് അട്രാക്ഷൻ. കാർഡിൻ്റെ അട്രാക്ഷൻ കറപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ കറക്കില്ല. അപ്പം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ ജസ്റ്റ് ഒരു 50 ട്രൈ കൊടുത്താൽ മതി. ഞാൻ പറയാം, ആദ്യം തരുവാണ് നിങ്ങൾ തന്നെ. എടാ, കൊണാമിയുടെ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം എല്ലാ യൂട്യൂബേഴ്സ് അനുഭവിക്കുന്ന കാര്യമുണ്ട്. ലാസ്റ്റത്തെ 20-30 പ്ലേയേഴ്സിനകത്തൊക്കെ ആയിരിക്കും മെയിൻ ടാർഗറ്റ്. മിക്കവാറും ഈ പാക്ക് ശോശങ്കം ആയിരിക്കും, ഉറപ്പാണ്. അവർക്കറിയാം, ഒരു മണ്ടന്മാരെന്നല്ല കൊണാമി. അപ്പോൾ പെട്ടെന്ന് വിടാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് സാബിലോൻസോയുടെ പാക്ക് വന്നിട്ടുണ്ട്. എന്നോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ തീപ്പൊരു പരിപാടിയാണ്. ബോൾ കൺട്രോളും ഫിനിഷിങ്ങുമാണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ടു ഗോൾ പോച്ചർ. ക്രിയേറ്റീവ് പ്ലേ മേക്കർ കിട്ടിയ ഗോൾ പോച്ചർ കിണ്ണറാണ് എടുക്കും. അത് നേരെ മറ്റേ കപ്പേലോടെ പോലെ തൊട്ട് ഫ്രണ്ട് ചെയ്യുന്ന നോക്കിയറിയാം, മിടുക്കി ത്രൂ ഇടാം. അപ്പോൾ ഇത് അടിപൊളി പാക്കാണ്. പിന്നെ പെട്ടെന്ന് വിടാം. സാൻഡ്രോ ടൊണാലി കിട്ടിയിരുന്നു. മറ്റേ നമുക്കൊരു കോൺട്രാക്ട് സൈനിങ്ങിലാണ് കുറേ സാധനങ്ങൾ വന്നിരിക്കുന്നത്. കാണിച്ചു തരാം. ഒന്ന്, നമുക്ക് ഈ പാക്ക് വന്നിട്ടുണ്ട്. 2 ജാപ്പനീസ് ലീഗ്, പിന്നെ ട്രെൻഡുകൾ സൂപ്പർ ലീഗ്, മാർക്കോ അസൻസിയോ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എടുക്കാം. താല്പര്യമില്ല ഉണ്ടാവില്ലായിരിക്കുന്നു. ഇതിൽ ഇയാൾ അടിപൊളിയാണ്. ആരാ നിങ്ങിയില്ലേ, ലൊത്തോറോ മാർട്ടിനസ്. ഇയാൾ നല്ല കാർഡ്, അത്യാവശ്യം സ്പീഡുണ്ട്. ഞാൻ ഇയാൾ എൻ്റെ ഓൾറെഡി സൂപ്പർ സബ് കാർഡ് ഉണ്ടാവും. സീൻ കളിയാവും. അപ്പോൾ ഈ കാർഡൊക്കെ സീനായിരിക്കും. ഇയാൾ കറക്റ്റ് നമ്പറാണ്. പിന്നെ വന്നിരിക്കുന്ന പാക്കാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്ക് റൊണാൾഡോ കിട്ടിയില്ല? ഇതുണ്ടോ, റൊണാൾഡോയുണ്ട്. ഇതിനകത്ത് എന്തുമാത്രം കാർഡുണ്ടെന്നറിയോ? 11 പ്ലേയേഴ്സ്, 1100 കോയിൻ. അതായത് നിങ്ങൾക്ക് റൊണാൾഡോ കിട്ടിയാലാവും, ഉപമെക്കാനോന് കിട്ടിയാലാവും. ഉപമെക്കാനോ ഓൾറെഡി ഉണ്ടാവും എല്ലാവരും. കുഴപ്പമില്ല, ഞാൻ പറയുവാണ്. റുഡ്ഗ്രിഗറിന് നല്ല കാർഡ് വന്നിട്ടുണ്ട്. ലൂയിസ് ഡിയാസ് വന്നിട്ടുണ്ട്. ഡാനിയോലമോ, റോഡ്രിഗോ ഡിപോള്, ലൂക്ക മോഡ്രിച്ച്. ഇത്രയേ ഉള്ള ഒരു പാക്കാണിത്. ഇത് കിട്ടിലുമാണ്, വെറുത്താണ്. നിങ്ങൾക്ക് കറക്കിക്കും ഞാൻ പറയത്തുള്ളൂ. എൻ്റെ റൊണാൾഡോ ഞാൻ എന്തായാലും ഇത് കറക്കും. എനിക്ക് റുഡ്ഗ്രിഗർ വേണം. എല്ലാ തവണയും നല്ല പാക്കിൽ നിന്ന് നല്ല പ്ലേയേഴ്സിന് എടുക്കാറുണ്ട്. പിന്നെ ഇതെന്തായാലും തൂക്കും. ഇതാകുമ്പോൾ അധികം കോയിൻ ആവശ്യമില്ല. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ലിങ്കപ്ലേ 250 പ്ലേയേഴ്സ്. എത്ര ഫ്രീ ട്രൈ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കൺഫേം ആയിട്ടില്ല. ലാസ്റ്റ് ടൈം 80ൻ്റെ മുകളിലെന്തോ ആയിരുന്നു. നോക്കി സെലക്ട് ചെയ്തതിനെ കിട്ടുന്നത് 80 ട്രൈ, 250 പ്ലേയേഴ്സ്. ഒരെണ്ണം ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാം കിട്ടും. ഭാഗ്യമുള്ളവർക്ക് 2-3 മിക്കവർക്കും. നമുക്കൊന്നും ഭാഗ്യമില്ല. പക്ഷെ ഇതിലെ ഇയാളെ സീനാണ്. എൻ്റെ കയ്യിൽ DMF ബോക്സ് കാരണം അടിച്ചു പോസ്റ്റ് പൊളിക്കും. പിന്നെ ചില്ലീനി പാവണ്ടാ, കാശ് കൊടുത്ത് കറക്കിയവരട്ടാ. അവർ നോക്കും ചില്ലീനി ഫ്രീ ഇതെങ്ങനെ കൊണ്ടുവന്നിരിക്കും. എൻ്റെ കുറേ പേർക്ക് ഈ ഫ്രീ ട്രയലൊക്കെ ചില്ലീനെ കിട്ടിയ അവൻ മണ്ടനായില്ലടാ. അതാണ് ക്യാഷ് കൊടുത്ത് കറക്കുന്നത്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനിയോ ഈ ചില്ലീനെ കൊണ്ടുവന്നടാ അടുത്ത് ഇങ്ങനെ പോക്കുമ്പോൾ ചിലപ്പോൾ ശിവശങ്കർ റൂമിലേക്ക് ഒരു ദിവസം വരും. പക്ഷെ അത് ശിവശങ്കർ റൂമിലേക്ക് വരില്ല. അത് അവർക്കറിയാം. മെയിൻ ടാർഗറ്റാണ്. കക്ക ഒരിക്കൽ കൊണ്ടുവന്നു. കക്ക പോലത്തെ പ്ലേയേഴ്സൊക്കെ വരും. റൊണാൾഡീനോ ഒക്കെ വരും. ബെർബറ്റോവ് പുതിയ കാർഡായി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. കുഴപ്പമില്ല. ഇയാൾ നമുക്ക് CF ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വിങ് ഫോർമേഷൻ കളിക്കാത്തൊരു പ്രൊളിഫിക് വിങ്ങറാണ്. CF ഇട്ടിട്ട് കൗണ്ടർ ടാച്ച് ഇട്ടിട്ടാൽ മതി. 2 റൺ എടുത്തോളൂ. എപ്പോഴും ഫസ്റ്റ് പാസ് കൊടുക്കാണ്ട് പുറകോട്ട് ഒരാൾക്ക് കൊടുത്ത് ത്രൂ ഇടുക. അത്ര ഉള്ളു പരിപാടി. അപ്പോൾ ഇത് ഒരു നല്ല വെറുത്ത് പാക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ജാക്ക് ഗ്രീലിഷിൻ്റെ മൊബൈൽ ട്രിബിളിംഗ് ഉണ്ട്. ആർക്കൊക്കെ എത്രയൊക്കെ താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വലിയ വൈബ് തോന്നുന്നില്ല. കാരണം ഇയാൾ സ്പീഡുണ്ട്. ഓക്കെ, ഇയാൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ വിങ് കളിക്കുന്നവർ കുറവാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ അധികം ഇല്ല. പിന്നെ ഈ ആഴ്ചയാണ് നമ്മുടെ പരിപാടി. ഞാൻ എന്തായാലും സാബി അലോൻസോ ആണ് നോക്കുന്നത്. എനിക്ക് നല്ല ഡിഫെൻസീവ്
മിഡ്ഫീൽഡർ ഇല്ല, ഓർക്കസ്ട്രേറ്റർ. നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെടുക്കുക. പിന്നെ MVP ഡെക്ലാൻ റൈസ് വന്നിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഏറ്റവും വെച്ചിട്ട് നല്ല എക്സാമ്പിൾ പറയാം. ഈ പാക്ക് പോലത്തെ പാക്കുകൾ വന്നിട്ട് എവിടെ ഇതോ ഇതിൽ ഡെക്ലാൻ റൈസും മോർഗൻ റോഗേസ്, നമ്മുടെ ടച്ചോമനി, ഇവർ 3 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേര് വന്നിട്ട് കറക്കാൻ പറ്റാത്തവരുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കറക്കണമെന്നുണ്ട്. ഡെക്ലാൻ റൈസ് എൻ്റെ കയ്യിൽ മറ്റേ റയൽ മാഡ്രിഡിൻ്റെ 2 ഫ്രീ കിക്ക് അടിച്ച് ആ സമയത്ത് പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ കയ്യിലുണ്ട്. സീൻ കളി. അപ്പം അതൊക്കെ ഒന്ന് കളിക്കുന്നതാണ് എനിക്ക് കറക്കാൻ തോന്നി. ഇത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും. അതൊന്നും കിട്ടാത്തവർ ഇവിടെ നിന്ന് തൂക്കിക്കോ. 96 റേറ്റഡ് ഡെക്ലാൻ റൈസ് കാണാം. ഇതിനകത്ത് ഡെക്ലാൻ റൈസ് ഉണ്ട്, നിക്കോസ് കോച്ചർ ബാക്ക്, ഇവൻ നല്ല കളിയാണ്. പിന്നെ മാർക്കസ് കസീഡിയോ, അവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കാർഡുകളുണ്ട് കേട്ടോ. കസീഡിയോ എനിക്ക് ആങ്കർമാനാണോ, ബോക്സ് ടു ബോക്സ് DMF, അതായത് ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ ഉള്ള, അതൊക്കെ കുറച്ച് പൊക്കം കുറവുള്ള പ്ലെയറാണ്. ഓടി നടന്ന ബോക്സ് ടു ബോക്സ് പരിപാടിയാണ്. പിന്നെ ഇയാള് നല്ല കേട്ടോ, ഓർക്കസ്ട്രേറ്റർ. ഇയാൾ ഭയങ്കര പാസിങ്ങാണ്. ജനീറ്റ്സ് സാക്ക. അപ്പോൾ ഇത്രയും നമുക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എടുക്കാനും കോയിൻ കറക്കിയെടുക്കാനും. എംബാപ്പെ ശേഷം കൂടെ കോയിൻ കറക്കുന്നതിന് പേര് നിങ്ങൾ റൊണാൾഡോ ഇല്ലാതെ റൊണാൾഡോയ്ക്ക് ഇറക്കിയോ, നല്ലതാണ്. ആ റൊണാൾഡോയ്ക്ക് എനിക്ക് കുറച്ച് സ്പീഡ് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 87-90 കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നെ കളിക്കാനാണെങ്കിൽ ട്രഷർ ലിങ്ക് ഉണ്ട്. നമുക്ക് മിഷൻസ് ഒന്ന് പോയി നോക്കാം. കോൺട്രാക്റ്റ് എടുത്ത് ഞാൻ സാബിലോസിനെ തൂക്കുന്നുണ്ട്. റൊണാൾഡോയുടെ ബാക്കി റോഡ്രിഗറിന് വേണ്ടി ഇറക്കുന്നുണ്ട്. റൊണാൾഡോ ഇല്ലാത്ത റൊണാൾഡോയും ഇറക്കാം. ലൂക്കാ മോഡ്രിച്ച് എല്ലാം കിട്ടും. ഗൈസ്, പിന്നെ ഉള്ളത് നമ്മുടെ ട്രഷർ ലിങ്കാണ്. ട്രഷർ ലിങ്കിൻ്റെ മിഷൻസിനെ നോക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആക്റ്റീവായി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിൽ 4 സ്ലോട്ട് ഉണ്ട്. ഓൾറെഡി നമുക്കൊരു സ്ലോട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡിഫറൻഷ്യേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ലക്കുള്ളവർക്ക് ഇവിടെ ഫുൾ ഫ്രീ ട്രൈ ആയിട്ട് വരും. ഇല്ലാത്തവർക്ക് ഇതുമാതിരിയായിട്ട് വന്നിട്ട് ഇവിടെ ഫ്രീ ട്രൈ ഉള്ള പ്ലേയേഴ്സുമായിട്ട് നമ്മൾ ലിങ്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവരുടെ ആ സംഭവം നമുക്കിവിടെ കിട്ടും. അപ്പം കഴിഞ്ഞ തവണ എനിക്ക് തെറ്റ് സംഭവിച്ചു. എനിക്ക് കാര്യങ്ങളൊന്നും അറിയാണ്ട് എല്ലാവരെയും പിടിച്ച് അക്സെപ്റ്റ് ചെയ്തു. ഓരോ പൊട്ട സാധനങ്ങൾ എനിക്ക് കയറിയത്. അപ്പം അങ്ങനെ എനിക്ക് പണി കിട്ടി. ഇത്തവണ മൊത്തം ഫ്രീ ട്രൈ വരുന്നതൊക്കെ തന്നെ വേണം നോക്കി ഇവിടെയും വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ അവിടെ ഫ്രീ ട്രൈ കഴിക്കുന്ന ഒരുപാട് ട്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുക. ലിങ്ക് അപ്ലൈ വന്നുകൊണ്ട് കളിക്കാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ കുത്തിയിരുന്ന് കളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മിഷൻ തീർക്കാൻ നോക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയല്ലേ, തിങ്കളാഴ്ച എന്തായാലും പാക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ മുന്നോട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. കക്ക വരുമെന്ന് പറഞ്ഞു, കക്ക വന്നു. ശവശങ്ക വരുന്നുണ്ട്, ശവശങ്ക കക്ക ഒരുമിച്ച് വന്നു. ഇനി മുന്നോട്ട് കാർഡുകളൊക്കെ എന്തായാലും വരും. ഞാൻ എന്തായാലും കറക്കുന്നില്ല, കാരണം എൻ്റെ ഓൾറെഡി എൻ്റെ പ്ലേയേഴ്സ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്ക്വാഡാണ്. ഓർഡർ ഓഫ് ഓവറോൾ റേറ്റിംഗ് ഇതുണ്ടോ? നിങ്ങൾക്ക് കാണാൻ തോന്നല്ലോ. ഇതുണ്ട്. എൻ്റെ ഇത്രയും കാർഡുണ്ട്. നോക്കി എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. റൊണാൾഡോ ഉണ്ട്, സുവാറസ് ഉണ്ട്, ഹസിലാസ് ഉണ്ട്, ക്രിസ്ത്യൻ വീരി ഉണ്ട്, റൊമിനിക് ഉണ്ട്, പീറ്റേഴ്സ് മൈകൾ, എറ്റോ. ഇതൊക്കെ നോക്ക് നിങ്ങൾ. ഞാൻ പൊങ്ങച്ചം കാണിക്കുന്നതല്ല, ഇത് നിങ്ങൾ നോക്കിക്കോ. ഇത്രയും കാർഡുണ്ട് എൻ്റെ കയ്യിൽ. ഇത്രയും കാർഡുള്ള ഞാൻ എന്തിനാണ് ഇനി പാക്ക് ഓപ്പണിങ് ചെയ്യുന്നത്? എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നൊരു അഡ്വൈസ്. ഞാൻ അഡിക്റ്റഡ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ബ്രോ നിൻ്റെ ഗെയിം പ്ലേ ബാക്ക്വേർഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നീ പോകുന്ന പ്ലേയേഴ്സിനെ എടുത്ത് ടീമിലിടും. നീ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഒരു പ്ലെയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടീമിൽ നിന്ന് കളിക്കുന്നില്ല. നീ ഒരു പുതിയ ആളെ കിട്ടി അവനെ എടുത്തിടും. അവസാനം കളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മൈൻഡും പോകും. കാരണം ബസ്സിൽ ഓരോ പ്ലേയേഴ്സിനും അവർക്കൊരു ഹിഡൻ ടാലൻ്റ് ഉണ്ട്, ഹിഡൻ ഡിഫറൻഷിയേഷൻ ഉണ്ട്. അതായത് ചെരിഞ്ഞോടുന്ന ഒരു പ്ലെയർ, നേരെ ഓടുന്ന ഒരു പ്ലെയർ. പക്ഷെ ഇവരെല്ലാം ഒരു ഗോൾ പോസ്റ്റിനുള്ള പൊസിഷനായിരിക്കും. മനസ്സിലായി? ഇവർ ടൈം എടുത്ത് ഓടുന്നത്. സുവാർസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓടുന്ന പ്ലെയറല്ല. സുവാർസ്, ഇൻസാഗി, ഞാൻ എക്സാമ്പിൾ പറയും. ഇൻസാഗി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓടും. നമ്മൾ ത്രൂ നെക്കി പിടിച്ച് ഇൻസാഗി കറക്റ്റ് ഓടുന്നുണ്ടാവും. സുവാർസ് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. അപ്പം ഇങ്ങനെ ഡിഫറൻസിയേഷൻ ഒരുപാടുണ്ട്. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ എന്തായാലും എടുക്കുക. ട്രഷർ ലിങ്ക് ശ്രദ്ധിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ ചിലർക്ക് എനിക്ക് ഫ്രീ ടൈം ഒന്നും വേണ്ട, കിട്ടാത്തൊന്നുമില്ല. കോയിൻ അങ്ങ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ കോയിൻ സേവ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പോൾ ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിൽ ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇനിയിപ്പം ഈ ഫുട്ബോൾ ലീഗ് വന്നിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞ കംപ്ലീറ്റ് ആക്കിയോണ്ടാണ് ഗെയിം പ്ലേ ആയിട്ട് വരാൻ. ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ട് ഇതുപോലെ ഗെയിം പ്ലേ എന്തായാലും ചെയ്യുന്നതാണ്. ഒരു 5 കളിയോ 6 കളിയോ ലൈവായിട്ട് എനിക്ക് സെറ്റപ്പ് ആയിട്ടില്ല ലൈവിൻ്റെ, നോക്കണം അതെങ്ങനെയാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഞാൻ എന്തായാലും നിർത്തുകയാണ്. ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പം ഓക്കെ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.